ഇനി നീ പിന്തുടരും, അതൊന്നൊന്നായി തിരികെ പിടിക്കും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. ശമൂവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകം 30-ാം അധ്യായം 8-ാമത്തെ വാക്യം. അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, എന്നാറേ ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ, അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. പിന്തുടരുക, നീ അവരെ നിശ്ചയമായും എത്തിപ്പിടിക്കും, സകലവും വീണ്ടുകൊള്ളും എന്ന് അരുളപ്പാടുണ്ടായി. ഒരിക്കൽ ഇതേ വാക്കുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തിയോട് പറയുവാൻ എനിക്കും കർത്താവ് അവസരം നൽകി. ഏകദേശം ഒരു 3 വർഷത്തിന് മുമ്പ് അദ്ദേഹം പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുന്നത് 7 വർഷത്തിലധികമായി ഒരു കേസ് അദ്ദേഹം നടത്തുന്നുണ്ട്, ഒരു വസ്തു സംബന്ധമായ കേസും. അപ്പോൾ ഈ വസ്തു തർക്കങ്ങളും കേസുകളൊക്കെ അറിയാമല്ലോ, അത് ഒരുപാട് നാൾ നീണ്ടുപോകും. അപ്പോൾ 7 വർഷമായപ്പോൾ ഇദ്ദേഹം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളാണ്, ഇദ്ദേഹത്തിന് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ആ വസ്തു കിട്ടിയാൽ ഇദ്ദേഹത്തിൻ്റെ ലൈഫ് സെറ്റിലാക്കാൻ പറ്റും, അത്രയും നല്ലൊരു പ്രോപ്പർട്ടിയാണ്, തനിക്ക് ലഭിക്കേണ്ടതുമാണ്. പക്ഷേ അതിനുമേൽ നടക്കുന്ന കേസ് കൊടുത്തിരിക്കുന്നവർ, അത് കൈവശമാക്കി വച്ചിരിക്കുന്നവർ ആൾബലവും പണബലവും അധികാരവും ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ 7 വർഷമൊക്കെ ആയപ്പോൾ, അല്ലെങ്കിൽ ആ തുടക്ക സമയം മുതൽ തന്നെ അവർ ഒരു ദയ കാണിക്കുന്നത് പോലെ, അതായത് ഇദ്ദേഹത്തിന് ലഭിക്കാനുള്ള വസ്തു കേസ് കൊടുത്ത് തങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്നവർ ഇദ്ദേഹത്തിനോട് ദയ കാണിക്കുന്ന പോലെ ഒരു ചെറിയൊരു എമൗണ്ട് കൊടുത്ത് സെറ്റിൽമെൻറ്റ് നടത്താം. ഇദ്ദേഹം ആദ്യം രാഷ്ട്രീയക്കാരെയൊക്കെ ഇടപെടിപ്പിച്ചു, സഭയെ, ഇദ്ദേഹത്തിൻ്റെ പള്ളി, അവരെയൊക്കെ ഇടപെടിപ്പിച്ചു. അപ്പോഴെല്ലാം അവർ കുറച്ച് നക്കാപ്പിച്ച എമൗണ്ട്, ആ വസ്തുവിനെ സംബന്ധിച്ച് അവർ പറയുന്ന ഒരു നക്കാപ്പിച്ച, അത് കൊടുക്കാം, ഇതിൽ കേസൊക്കെ പിൻവലിച്ചിട്ട് അവർക്ക് ഈ അവകാശമൊക്കെ പൂർണ്ണമായിട്ട് അങ്ങ് എഴുതി കൊടുത്തിട്ട് പൊയ്ക്കൊള്ളണം. അപ്പോൾ ആദ്യമൊന്നും അദ്ദേഹം തയ്യാറായില്ല, അല്ലേ ബ്രദർ? ആദ്യമൊക്കെ നമുക്ക് ദേഷ്യം വരും, പക്ഷെ കുറേ കഴിയുമ്പോൾ ഈ ചോരയൊക്കെ തണുത്ത് പോയില്ലേ, അപ്പോൾ പിന്നെ എന്തിനും അങ്ങ് വശംബദ്ധരായി പോകും, ഇല്ലേ? ചില ഓഫറുകളൊക്കെ തന്ന് നിന്നെ അങ്ങനെ ഒതുക്കി കളയാമെന്ന് പറഞ്ഞ് നിൽക്കുന്നത്. നോ, നിൻ്റെ അവകാശത്തെ നീ തിരികെ പിടിക്കും. അങ്ങനെ ആരുടെ ഓഫറിനും ആര് വച്ച് നീട്ടുന്ന നക്കാപ്പിച്ചയ്ക്കും കൈ നീട്ടണ്ട ബ്രദറെ, നിന്നോടാ ദൂത സിസ്റ്ററെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആരെങ്കിലും പറയുന്ന നക്കാപ്പിച്ച വാങ്ങിച്ച്, നോ, നിൻ്റെ അവകാശം അത് നിൻ്റേതാണ്. യെസ്, അത് വിട്ടുകൊടുക്കേണ്ട, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. പ്രൈസർ ഫാമിലി ഒപ്പമുണ്ട്. ആമേൻ. നോക്കൂ, അങ്ങനെ കാലം കുറേ കഴിഞ്ഞ് 7 വർഷമൊക്കെ ആയി. ഇദ്ദേഹത്തിനും സാമ്പത്തികമായിട്ടുള്ള ഭയങ്കരമായ പ്രശ്നം. അപ്പോൾ ലാസ്റ്റ് ആ സാമ്പത്തിക അവസ്ഥകളെ മുൻനിർത്തി അദ്ദേഹം തീരുമാനമെടുത്തു, ആ നക്കാപ്പിച്ച വാങ്ങിക്കാം. അങ്ങനെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു മെസ്സേജ് കാണുന്നത് പ്രഭാതവന്. അത് കണ്ടിട്ട് എന്നെ വിളിച്ച സമയത്ത് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യം, അത് നിൻ്റെ അവകാശമാണ്, നീ പിന്തുടരുക, ദൈവം ഒരു ചില്ലി കുറയാതെ നിനക്കത് തിരികെ തരും. ഞാൻ ആ ആലോചന പറഞ്ഞു. ആ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനം തന്നു. ഞാൻ ആ സഹോദരനോട് ആ വചനം പറഞ്ഞു. നിങ്ങളോട് പറയും പോലെ തന്നെ ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങും. അങ്ങനെ അത് വല്ലവരും അനുഭവിക്കുവാനുള്ളവരല്ല, നിങ്ങൾ അനുഭവിക്കുവാനുള്ളത്, നിങ്ങൾക്ക് സന്തോഷമായി മാറുവാനുള്ളത്, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ഫ്യൂച്ചർ, അതേ കേൾക്കാത്തത് നിങ്ങൾക്കുള്ളത്. ആമേൻ. അപ്പോൾ സഹോദരൻ ഏറ്റെടുത്തു, പ്രാർത്ഥിച്ചു, തുടർമാനമായി പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനായിട്ട് തുടങ്ങി. നിങ്ങൾക്ക് അവസരമുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നഷ്ടപ്പെട്ടു പോകാതെ നിങ്ങൾ പ്രാപിച്ചെടുക്കേണ്ടത് നിങ്ങൾ തന്നെ പ്രാപിക്കുവാൻ ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ഏകദേശം 1 വർഷം കഴിഞ്ഞു. കോടതിയിൽ നിന്ന് വിധി വന്നു, ഒരു ചില്ലി കുറയാതെ. ആമേൻ. കോടതി ചെലവുൾപ്പെടെ, ശ്രദ്ധിച്ച് കേൾക്കുക, കോടതി ചെലവുൾപ്പെടെ ഇദ്ദേഹത്തിൻ്റെ അവകാശം തിരികെ കിട്ടി. കോടതി ചെലവുൾപ്പെടെ നിൻ്റെ ആ നന്മ അത് നിനക്ക് തിരികെ ലഭിക്കുവാൻ പോകുക. നീ നഷ്ടപ്പെടുത്തിയതിന് പരിഹാരമായി ചിലത് ഉൾപ്പെടെ നിന്നിൽ നിന്ന് അവർ തട്ടിപ്പറിച്ചത്, നിന്നിൽ നിന്ന് അവർ പിടിച്ചെടുത്തത് തിരികെ ലഭിക്കുവാൻ പോകുക. പ്രാർത്ഥിച്ചു തുടങ്ങ്. ഓ ആമേൻ. നോക്കൂ, ഇവിടെ 30-ാം അധ്യായം ആരംഭിക്കുന്നത് ദാവീദും അവൻ്റെ ആളുകളും 3-ാം ദിവസം സിക്ലാദിലെത്തി. അവർ പുറത്തു പോയിട്ട് കൊള്ളയൊക്കെ ആയിട്ട് നടന്നിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവർ ഫെലിസ്ത്യരോടത്ത് വേണമെങ്കിൽ യുദ്ധം ചെയ്യാൻ വരാം എന്നൊരു ഓഫർ കൊടുക്കാൻ വേണ്ടി പോയിട്ട് അവന്മാരെ ഓടിച്ചു. അങ്ങനെ തിരിച്ചു വന്ന സമയത്ത് അമാലോക്യരും തെക്കേ ദേശക്കാരും വന്ന് സിക്ലാദ് പിടിച്ചു. അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും, ദാവീദിന് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ കുഞ്ഞുങ്ങളെയും എല്ലാവരെയും പിടിച്ചുകൊണ്ട് പോയി. അതിനകത്തുനിന്ന് ഭയങ്കരമായിട്ടുള്ള നിലവിളിയും സങ്കടവും, ഭയങ്കര ഒരവസ്ഥ, വല്ലാത്തൊരവസ്ഥ.
നമ്മുടെ മാത്രമല്ല, നമുക്കൊപ്പമുള്ളവരും നമ്മൾ കാരണം നഷ്ടപ്പെടുമ്പോൾ, അതെ സഹോദരി, നീ കാരണം നഷ്ടപ്പെട്ട നിൻ്റെ സഹോദരങ്ങൾ, നീ കാരണം നഷ്ടപ്പെട്ട നിൻ്റെ സുഹൃത്തുക്കൾ, അവർ നിന്നെ സഹായിച്ചതാണ്, ഇപ്പം നിനക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത് വല്ലാത്തൊരു സങ്കടമാണ്, നിലവിളി വരുന്നുണ്ട്. കേൾക്ക്, ആ വിധത്തിലൊരു സങ്കടം ഇനി ഉണ്ടാകത്തില്ല. അവർക്ക് തിരികെ കൊടുക്കുവാൻ വേണ്ടത്, അവർക്ക് വേണ്ടത് ചെയ്യുവാൻ വേണ്ടത് എൻ്റെ കർത്താവ് നിൻ്റെ കരങ്ങളിൽ തരിക. യെസ്, നീ മുഖാന്തരം ഇനിയും അവരുടെ ജീവിതങ്ങളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുവാൻ, അവർ കരയുവാൻ, നിലവിളിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. യെസ്, യേശുവിൻ നാമത്തിൽ അവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം നിൻ്റെ കരങ്ങൾ ലഭിക്കേണ്ടത് നിൻ്റെ കരങ്ങളിലേക്ക് വരിക. ആമേൻ. നിനക്ക് കൊടുക്കാൻ പറ്റും, അതുകൊണ്ടാണ് വാങ്ങിച്ചത്. പക്ഷേ നിൻ്റെ കയ്യിലെത്തേണ്ടത് നിൻ്റെ കയ്യിലെത്തുന്നില്ല. അത് കർത്താവ് നിൻ്റെ കരങ്ങളിൽ തരുവാൻ പോകുകയാണ്. ആമേൻ. മാതാവേ, നിൻ്റെ മക്കൾക്ക് കൊടുക്കാൻ പറ്റും, അതുകൊണ്ടാണ് കല്യാണ സമയത്ത് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അത് കൊടുക്കാൻ പറ്റില്ല, വല്ലാത്ത പ്രതിസന്ധിയിൽ നിൽക്കുക. കേൾക്ക്, അത് ബാക്കി കൊടുത്ത് അവർ സന്തോഷമായിട്ട് ജീവിക്കുവാൻ പോകും. യെസ്, ആമേൻ. അതിന് തടസ്സമായി നിൽക്കുന്ന ആ വിൽപ്പന നടക്കാത്തതല്ലേ, ആ വിൽപ്പന നടക്കുവാൻ പോകുക. പ്രാർത്ഥിച്ചു തുടങ്ങി. താങ്കിലോളൂ. വസ്തു സംബന്ധമായി ചില ബാധ്യതകൾ തീർക്കുവാൻ, ചില ആവശ്യങ്ങൾ നിറവേറ്റുവാൻ, വിൽപ്പനകൾ നടത്തത്തിലായെന്ന് വാദിക്കുന്ന സകല വെല്ലുവിളികളും സകല അവകാശവാദങ്ങളും പോരുകളും അഴിഞ്ഞു മാറുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. സ്തോത്രം. പുറത്തു വരണം, ഇതിൽ നിന്ന് പുറത്തു വരണം. ആമേൻ. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആലോചന ചോദിക്കാൻ പോയപ്പോഴാണ് ദൈവം പറയുക, നീ പിന്തുടരടാ മോനെ. ദാവീദിനോട് പറയുക, നീ തിരികെ പിടിക്കും. സ്തോത്രം. തുടർന്ന് താഴേക്ക് വായിക്കുമ്പോൾ 3 ദിവസം അവർ ആഹാരം കഴിക്കാതെ യുദ്ധസ്ഥലത്തായിരിക്കുക. ഞാൻ പറയാം, അത് ഉപവാസമാണ്. ഉപവാസത്തിന് ഭയങ്കര ശക്തിയുണ്ട് കേട്ടോ. നിങ്ങൾ നിസ്സാരമായിട്ട് കരുതരുത്. ഈ ഉപവാസവും പ്രാർത്ഥനയും പ്രൈസർ ഫാമിലിയിലൂടെ നിങ്ങൾ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ മുഴുവനും സംഭവിക്കുന്നത് ഉപവാസത്തിലാണ്, പ്രാർത്ഥനയിലാണ്. ഉപവാസിക്കുന്ന നിന്നെ പരാജയപ്പെടുത്തുവാനോ നിന്നെ തകർക്കുവാനോ പിശാചിന് കഴിയത്തില്ല, മനുഷ്യന് കഴിയത്തില്ല, സാഹചര്യങ്ങൾക്ക് കഴിയത്തില്ല. നീ തിരികെ പ്രാപിക്കും. ഓ ആമേൻ. സ്തോത്രം. നോക്കൂ, 30-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അമാലോക്യർ അപഹരിച്ചു കൊണ്ടുപോയതിനൊക്കെയും ദാവീദ് വീണ്ടും കൊണ്ടു. തൻ്റെ 2 ഭാര്യമാരെയും ദാവീദ് ഉദ്ധരിച്ചു. അവർ അപഹരിച്ചു കൊണ്ടുപോയതിൽ 19-ാമത്തെ വാക്യം കൂടെ, ചെറുതോ വലുതോ പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല. ദാവീദ് എല്ലാം മടക്കി കൊണ്ടുവന്നു. എല്ലാം നീ മടക്കി വാങ്ങിക്കും. ഓ താങ്ക് യു ലോർഡ്. ഒരു ചില്ലി നഷ്ടപ്പെട്ടു പോകുമെന്ന് എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആ സ്ഥാപനത്തിൽ നിന്ന് നിനക്ക് കിട്ടുവാനുള്ള സകല ആനുകൂല്യങ്ങളും, ആമേൻ, വർഷം പലതായി കാണും, ഒരു സാധ്യതയില്ല എന്ന് നീ ചിന്തിച്ചായിരിക്കും. കേൾക്ക്, നിനക്ക് ലഭിക്കേണ്ട സകല ആനുകൂല്യങ്ങളും നീ തിരികെ പ്രാപിക്കും. ഓ റാത്തലഭാഷകന് നിനക്ക് ലഭിക്കുവാനുള്ള. നോക്കൂ, കൊച്ചുകുട്ടികളെ വലിയവർ ആരെയും ദാവീദ് വിട്ടുവച്ചില്ല, സകലരെയും തിരികെ പിടിച്ചു. നിന്റെ മക്കളെ നീ തിരികെ പിടിക്കും. അവരുടെ ഭാവി, അവരിൽ നീ കണ്ട സ്വപ്നങ്ങളെ തിരികെ പിടിക്കും. ആമേൻ. നിന്റെ സന്തോഷങ്ങളെ നീ തിരികെ പിടിക്കും. നിന്റെ ആത്മീയ ജീവിതത്തെ ശത്രു കവർന്നു കൊണ്ടുപോയ, എപ്പോഴാണ് കവർന്നു കൊണ്ടുപോയത്? ദാവീദും കൂടെ ഉള്ളൊരു ഫെലിസ്തീനെ സഹായിക്കാൻ പോയപ്പോഴാണ്. എൻ്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ? ഫെലിസ്തീൻ പണ്ട് കുറച്ചൊരു സഹായം ചെയ്തു, അതിൻ്റെ പേരിൽ സഹായിക്കാൻ പോയതാ. അവിടെ നിന്ന് നാണം കെട്ട് പോന്നു. നമ്മളെ ആവശ്യമില്ലാത്തടത്ത് പോകുമ്പോൾ എത്ര സഹായിച്ചെന്ന് പറഞ്ഞാലും ഫെലിസ്തീനും ദാവീദുമായിട്ട് ചേരത്തില്ലെന്നേ. അപ്പം ചിലരുമായിട്ട് നമ്മൾ ചേരത്തില്ല. നമ്മൾ ചേരാത്ത ചില വഴിക്ക് പോകുമ്പോഴാണ് കയ്യിലുള്ളതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത്. അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത ചെയ്യുമ്പോൾ, പോകാൻ പാടില്ലാത്ത വഴിക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോളണം കേട്ടോ. നമ്മൾ ദൈവമക്കളാണല്ലോ. ആമേൻ. അങ്ങനെ പോയപ്പോഴാണ് നഷ്ടപ്പെട്ടു പോയത്. പക്ഷേ ദാവീദ് ദൈവത്തെ വിളിച്ചു, തിരികെ കൊടുത്തു. പോകാൻ പാടില്ലാത്ത ചില വഴിക്ക് പോയതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ചിലതിനെ, അങ്ങനെ ചിലത് ആ കുടുംബത്തിനകത്ത് പ്രശ്നം വന്നത് അങ്ങനെയാണ് സിസ്റ്റർ. കൂടുതൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ആരുടെയെങ്കിലുമൊക്കെ വാക്ക് കേട്ട് ആരെങ്കിലുമൊക്കെ സംസാരിക്കുന്നത് പോലെ, ആരുടെയെങ്കിലും ജീവിതത്തിലുള്ളതുപോലെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒന്നുമില്ല. മറ്റുള്ളവരുടെ പോലെ ജീവിതം, മറ്റുള്ളവർ പറയുന്ന അതൊന്നും അല്ല. നിന്നെ കർത്താവ് കണ്ടിട്ടുള്ളത് ഒരു യുണീക്കായിട്ടാണ്. നിന്നെപ്പോലെ വേറെ ഒന്നുമില്ല, നിൻ്റെ കുടുംബം പോലെ വേറെ ഒന്നുമില്ല. അത് ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും. നീ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ടും മുൻപോട്ട് പോകുവാനായിട്ട് തയ്യാറായാൽ. അവൻ നഷ്ടപ്പെട്ടു പോകത്തില്ല കേട്ടോ. ബ്രദറെ, ആ ബിസിനസ് ചെയ്യാൻ ഇറങ്ങി, അത് അവരുടെ കയ്യിലായി ഇനി കിട്ടുമോ എന്നറിയത്തില്ല. നീ വിഷമിക്കേണ്ട, അത് നഷ്ടപ്പെട്ടു പോകത്തില്ല. അത് തിരികെ വരുവാൻ പോകുക. നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതെല്ലാം, ശത്രു കവർന്നെടുത്ത് പോയതെല്ലാം, നിൻ്റെ അസാന്നിധ്യത്തിൽ ശത്രു കവർന്നെടുത്ത് പോയതെല്ലാം കർത്താവ് തിരികെ തരുവാൻ പോകുക. റെഡിയാണോ പ്രാപിക്കുവാൻ? പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ഉപവസിക്കാമെന്നേ. അതെല്ലാം ഒരു ചില്ലി കുറയാതെ നമുക്ക് തിരികെ പ്രാപിക്കാം. ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. നന്മകൾ നഷ്ടപ്പെട്ടു പോകത്തില്ല, കുടുംബം നഷ്ടപ്പെട്ടു പോകത്തില്ല, സന്തോഷം നഷ്ടപ്പെട്ടു പോകത്തില്ല, ഭാവി നഷ്ടപ്പെട്ടു പോകത്തില്ല, ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങളും ആത്മീയ ജീവിതവും നഷ്ടപ്പെട്ടു പോകത്തില്ല. തിരികെ പ്രാപിക്കാം. കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. എല്ലാ ദിവസങ്ങളും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് വചന ശുശ്രൂഷയിലും മധ്യസ്ഥ പ്രാർത്ഥനയിലും മുൻപോട്ട് പോകുവാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും നിങ്ങൾ ഫോളോ ചെയ്തു. അതുപോലെ വെള്ളിയാഴ്ച ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച രാവിലെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥന ലൈവ് സ്ട്രീമുണ്ട്.
നിങ്ങൾ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുന്ന പക്ഷം ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്ത് നോക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളായണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമുള്ള പ്രൈസ് ചർച്ച് ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് പ്രാർത്ഥനയോടെ കടന്നു വാ, വിടുതലോടെ മടങ്ങാം. ഞങ്ങളുടെ വിശ്വസ്ത കർത്താവേ നല്ല ദൈവമേ, ഈ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പോൾ വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഇവരായിരിക്കുന്നു. നഷ്ടപ്പെട്ടത്, കവരപ്പെട്ടത് പിന്തുടർന്ന് പിടിക്കുവാനുള്ളൊരു ശക്തി ഇവർക്കങ്ങ് നൽകണമേ. കോംപ്രമൈസ് ചെയ്യുവാനല്ല, മാറി നിൽക്കുവാനല്ല, ഇതെനിക്ക് ഉള്ളതല്ല എന്ന് പറഞ്ഞ് ഒതുങ്ങിപ്പോകുവാനല്ല, ഇവർ തിരികെ പിടിക്കട്ടെ. ഇവരുടെ നന്മകളെ, ഇവരുടെ അനുഗ്രഹങ്ങളെ, ഇവരുടെ സന്തോഷങ്ങളെ ഇവർ തിരികെ പിടിക്കട്ടെ. തൊഴിൽ സംബന്ധമായി വെളിപ്പെടുത്തി നിൽക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. ഇവരുടെ ജോലി ഇവരിലേക്ക് വരട്ടെ, ഇവർക്ക് ആ ജോലി കിട്ടട്ടെ. ജോലി സംബന്ധമായി നിൽക്കുന്ന പ്രതികൂലങ്ങൾ മാറട്ടെ, ജോലി അനുഗ്രഹമായി തീരട്ടെ. തൊഴിലിടത്തിലെ സകല പ്രശ്നങ്ങളും സകല വെല്ലുവിളികളും മാറിപ്പോകട്ടെ. തൊഴിലനുഭവങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. സ്തോത്രം. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗബന്ധനവും അഴിയട്ടെ. ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ. പൈശാചികമായ രോഗാവസ്ഥകൾ മാറിപ്പോകട്ടെ. ഉദരത്തെ കെട്ടിയ കെട്ടുകൾ പൊട്ടട്ടെ. തലമുറകൾ ജനിക്കട്ടെ. താങ്ക് യു ലോർഡ്. എല്ലാ ഇമ്പോർട്ടൻസും മാറിപ്പോകട്ടെ. ഹോർമോൺ ചേഞ്ചസുകൾ മാറിപ്പോകട്ടെ. ഡിപ്രഷനുകളും ഉറക്കമില്ലായ്മകളും മാറിപ്പോകട്ടെ. സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ. തലമുറകളുടെ വിദ്യാഭ്യാസ ഭാവി അനുഗ്രഹമായി തീരട്ടെ. വിവാഹങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങളെ ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വസ്തുക്കളുടെ വിൽപ്പനകളും വാങ്ങലുകളും നടക്കട്ടെ. ഭവനങ്ങൾ പണിയട്ടെ. പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ. സ്തോത്രം. വാഹനങ്ങൾ വാങ്ങട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥനാ ജീവിതമുള്ളവരായവർ മാറട്ടെ. വിദേശങ്ങളിലേക്കുള്ള യാത്രയ്ക്കായി ഒരുങ്ങിയായിരിക്കുന്നവർ തടസ്സങ്ങൾ മാറട്ടെ. വഴികൾ തുറക്കപ്പെടട്ടെ. നന്മകൾ കവരപ്പെട്ടവർ അത് തിരികെ പ്രാപിക്കട്ടെ. വിസകൾ വരട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. മത്സര പരീക്ഷകൾ IELTS, OET, MOH, പ്രോമെട്രിക് എക്സാം പോലുള്ള പരീക്ഷകളിൽ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. നല്ല സ്കോറുകൾ ലഭിക്കട്ടെ. താങ്ക് യു ലോർഡ്. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടത്. സ്വദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടത്. ഇവരുടെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അറിയിക്കുക മാത്രമല്ല, നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ നമുക്ക് ഒരു ചില്ലി കുറയാതെ തിരികെ പ്രാപിക്കാം. ഒപ്പമുണ്ട് പ്രൈസർ ഫാമിലി. നാളെ ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ചായിരിക്കും. അതുവരെയ്ക്കും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.